ലയൺസ് ക്ലബ്ബ് ഓഫ് മാളയുടെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നടന്നു. വിവിധ സേവന പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമായി. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ വിമൽ വേണു ഉദ്ഘാടനം നിർവഹിച്ചു. ഏതൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം നമ്മൾ കൃത്യമായി പാലിക്കും. ഇവിടെയുള്ള പലരും വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ ഏതൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ അവിടുത്തെ നിയമം കൃത്യമായി പാലിക്കും. ഉദാഹരണത്തിന് നമ്മൾ പുറത്തിറങ്ങി റോഡിലോ അല്ലെങ്കിൽ മറ്റേ ഓപ്പൺ ഏരിയയിലൊന്നും നമ്മൾ തുപ്പില്ല. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചിട്ടുള്ള ഏരിയയിൽ മാത്രമേ സിഗരറ്റ് വലിക്കുള്ളൂ. ഇനി സിഗരറ്റ് വലിച്ചാൽ അതിൻ്റെ കുറ്റി വേസ്റ്റ് ബിന്നിൽ നിർബന്ധമായിട്ടും ഒരു പേപ്പറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അനാവശ്യമായിട്ട് വലിച്ചെറിയില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ ഹോൺ അടിക്കുന്നത് വളരെ അപൂർവമേ നമ്മൾ കാണുള്ളൂ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പല വിദേശ രാജ്യത്തും കാണും. നമ്മളോട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഈ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കാൻ സ്വയം തയ്യാറാവുകയും ചെയ്യും. പക്ഷെ തിരിച്ച് നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മറന്നു പോകുന്നു. ഇവിടെ നമുക്ക് ഈ പറയുന്ന നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇന്ത്യക്ക് ബാധകമല്ല, അല്ലെങ്കിൽ കേരളത്തിന് ബാധകമല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹം ഇവിടെ എടുക്കുന്നത്. ഇതിനൊരു മാറ്റം നമുക്ക് കൊണ്ടുവരേണ്ടതല്ലേ. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ജോൺ ചെല്ലക്കുടം, സെക്രട്ടറിയായി ജോസ് കൊടിയൻ, ട്രഷററായി KS പ്രിയദർശൻ എന്നിവർ ചുമതലയേറ്റു. ചടങ്ങിൽ സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം, യുവശാക്തീകരണം, ഹോം ഫോർ ഹോംലെസ് എന്നീ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. പീറ്റർ പാറേക്കാട്ട്, മാള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഷി കാഞ്ഞുത്തറ, പ്രവീൺ MN, ഷിനൈല അബ്രഹാം, മറ്റു ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു.